പോലീസ് സ്റ്റേഷനിൽ നിന്നും തൊണ്ടി മുതൽ കടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി കസ്റ്റഡിയിൽ. നിക്കാഹ് നടത്തിയെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് പീഡനശ്രമം, പ്രതികൾ കസ്റ്റഡിയിൽ. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. തമിഴ്നാട് പൊള്ളാച്ചിയിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ച മലയാളി പെൺകുട്ടിയെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി. പൊന്മുത്തു നഗറിലെ മലയാളി കുടുംബത്തിലെ 19 വയസ്സുള്ള ബിരുദ വിദ്യാർത്ഥിനി അശ്വികയാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഉദുമൽപേട്ട റോഡ് അണ്ണാനഗർ സ്വദേശിയായ പ്രവീൺ കുമാർ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം. പൊള്ളാച്ചി പൊന്മുത്തു നഗറിലെ മലയാളി കുടുംബത്തിലെ കണ്ണൻ എന്നയാളുടെ മകളാണ് അശ്വിക എന്ന 19-കാരി. മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയം പെൺകുട്ടി വീട്ടിൽ തനിച്ചാണെന്ന് മനസ്സിലാക്കി പ്രവീൺ കുമാർ എന്ന യുവാവ് വീട്ടിൽ അതിക്രമിച്ചു കയറി മാരകായുധം ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പെൺകുട്ടിയുടെ കഴുത്തിനും നെഞ്ചിനും ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റു. നിലവിളി കേട്ട് അയൽവാസികൾ ഓടിയെത്തി പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമാവുകയായിരുന്നു. ഉദുമൽപേട്ട റോഡ് അണ്ണാനഗർ സ്വദേശിയായ പ്രവീൺ കുമാർ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ 2ാം വർഷ BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് അശ്വിക. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: പെൺകുട്ടിയുടെ വീടിന് സമീപം 5 വർഷത്തോളം പ്രവീണും കുടുംബവും താമസിച്ചിരുന്നു. ഇരുവരും ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനിടെ പെൺകുട്ടി യുവാവിൻ്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ചു. കഴിഞ്ഞ ദിവസം പെൺകുട്ടി സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെ പ്രകോപിതനായ യുവാവ് പെൺകുട്ടിയെ വീട്ടിലെത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതക ശേഷം യുവാവ് പൊള്ളാച്ചി സിറ്റി വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങി. പോലീസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പെൺകുട്ടിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ജനം, പാലക്കാട്. അസം സ്വദേശിയായ പെൺകുട്ടിയെ സെക്സ് റാക്കറ്റിന്റെ കെണിയിൽ കുടുക്കി ചൂഷണം ചെയ്ത സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ. അസം സ്വദേശി റഗിബുദ്ദീൻ അൻസാരിയാണ് കോഴിക്കോട് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ സംഭവത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 അസം സ്വദേശികൾ പിടിയിലായി. വാഗ്ദാനം ചെയ്ത് അസമിൽ നിന്നുള്ള 17-കാരിയെ കോഴിക്കോട് നഗരത്തിലെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് കേസ്. മഞ്ചേരിയിൽ നിർമ്മാണ തൊഴിലാളിയായ അസം സ്വദേശി റഗീബുദ്ദീൻ അൻസാരിയാണ് കോഴിക്കോട് ടൗൺ പോലീസ് ഇൻസ്പെക്ടർ P ജിതേഷിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. കേസിൽ മുഖ്യപ്രതിയായ ഫുർഖാൻ അലി, ഇയാളുടെ സഹായിയായ അക്ലിമ ഖാത്തൂൻ എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിക്ക് 15,000 രൂപ ശമ്പളത്തിൽ ജോലി വാഗ്ദാനം ചെയ്താണ് മുഖ്യപ്രതിയായ ഫുർഖാൻ അലി കോഴിക്കോട് എത്തിച്ചത്. പിന്നീട് നഗരത്തിലെ ലോഡ്ജ് മുറിയിൽ പെൺകുട്ടിയെ പൂട്ടിയിട്ട് പലർക്കും കാഴ്ചവെച്ചു എന്നാണ് പരാതി. ഏപ്രിൽ 14 കോഴിക്കോട് എത്തിച്ച പെൺകുട്ടിയെ 2 ഇടങ്ങളിലായി പാർപ്പിച്ചായിരുന്നു പീഡനം. സാധാരണയായി പെൺകുട്ടിയെ അകത്ത് പൂട്ടിയിട്ടാണ് പ്രതികൾ ജോലിക്ക് പോയിരുന്നത്. എന്നാൽ ഒരു ദിവസം പുറത്തുനിന്നും പൂട്ടാതെ ഫുർഖാൻ അലി പോയപ്പോൾ പെൺകുട്ടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി പരാതി നൽകി. കേസിൽ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. മനുഷ്യക്കടത്ത്, പോക്സോ, ബലാത്സംഗം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ജനം, കോഴിക്കോട്. കണ്ണൂർ ചാലാട് കാപ്പ കേസ് പ്രതിയെ അന്വേഷിച്ചെത്തിയ പോലീസ് നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്നും ആയുധങ്ങളുമായി 2 പേർ പിടിയിലായി. തയ്യിൽ സ്വദേശി സീനത്ത്, ഷാഹിദ്, അഫ്നാസ് എന്നിവരെയാണ് കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. കാപ്പ കേസ് പ്രതിയായ റഹീമിനെയും കൂട്ടാളികളെയും സുഹൃത്തായ ഷാഹിദിന്റെ കണ്ണൂർ മണലിലെ വീട്ടിൽ ഒളിപ്പിച്ച് താമസിപ്പിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആയുധങ്ങളും മയക്കുമരുന്നും പിടിച്ചെടുത്തത്. മണലിലെ ക്വാർട്ടേഴ്സിലെത്തി അന്വേഷിച്ചെങ്കിലും കാപ്പ കേസ് പ്രതിയെ പിടികൂടാൻ സാധിച്ചില്ല. തുടർന്ന് പോലീസ് പരിശോധന നടത്തുന്നതിനിടെ വീട്ടിലുണ്ടായിരുന്ന സീനത്തിന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ MDMA കണ്ടെത്തി. ശേഷം ക്വാർട്ടേഴ്സിൽ കൂടുതൽ ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. ഇതിലാണ് വടിവാളും നഞ്ചക്കും കണ്ടെടുത്തത്. പോലീസ് ക്വാർട്ടേഴ്സിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് ഷാഹിദ്, അഫ്നാസ് ബൈക്കിൽ സ്ഥലത്തെത്തിയത്. ഷാഹിദിനെ പരിശോധിച്ചപ്പോൾ 4 ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളെയും അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജനം, കണ്ണൂർ. വ്യാജ മാലമോഷണ കേസിൽ ഇരയാക്കപ്പെട്ട ദളിത് സ്ത്രീ ബിന്ദുവിന്റെ മൊഴി പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം രേഖപ്പെടുത്തി. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ 20 മണിക്കൂർ ക്രൂര പീഡനങ്ങൾക്ക് ഇരയാക്കിയെന്ന് ബിന്ദു മൊഴി നൽകി. സത്യം ജയിക്കുമെന്ന് കണ്ണീരോടെ ബിന്ദു മാധ്യമങ്ങളോട് പറഞ്ഞു.
കുടിക്കാൻ ഒരൽപ്പം വെള്ളം പോലും നൽകാതെ മാനസികമായി പീഡിപ്പിച്ച പേരൂർക്കട പോലീസിന്റെ ക്രൂരതകളെല്ലാം ബിന്ദു ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തോട് വിവരിച്ചു. പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി KA വിദ്യാധരനാണ് ബിന്ദുവിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ഈ കേസിൽ നിലവിൽ സസ്പെൻഷനിലുള്ള SI SG പ്രസാദ്, ASI പ്രസന്നൻ എന്നിവർക്കെതിരെ ബിന്ദു കൃത്യമായ മൊഴിയും നൽകി. ഈ നടന്ന അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്, സത്യം തെളിയുമെന്ന് വിശ്വാസമുണ്ട്. പൂർണ്ണമായിട്ട് എനിക്ക് ചേച്ചിയുടെ പരാതിയിലാണല്ലോ അന്വേഷണം നടക്കുന്നത്. ഇതിൽ ഒരു കാര്യം, ഈ പോലീസിന്റെ അതിക്രമം കൂടാതെ ഈ വീട്ടുടമസ്ഥ ഈ മോഷണം കെട്ടിച്ചമച്ചതാണെന്നുള്ള പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അതും കൂടെ തെളിയിക്കപ്പെടേണ്ടതല്ലേ? ഇപ്പോൾ നേരത്തെ 3 പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത്. കൂടുതൽ പോലീസുകാർക്ക് പങ്കുണ്ടെന്ന് പറയുന്നു. ഉന്നതരായിട്ടുള്ള പല പോലീസുകാർക്ക് ഇത് പങ്കുണ്ട്. കാരണം കൺട്രോൾ റൂമിൽ അടക്കം ഇതിന്റെ CCTV ദൃശ്യങ്ങളുണ്ട്. ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും 20 മണിക്കൂറുള്ളപ്പോൾ പോലീസുകാർ എന്തുകൊണ്ട് മൗനം പാലിച്ചു? അപ്പോൾ കൂടുതൽ പോലീസുകാർക്ക് എതിരെ നടപടി ഉണ്ടാവണ്ടേ? അതെല്ലാം കൃത്യമായിട്ട് ഇപ്പൊ നടക്കുന്ന അന്വേഷണത്തിൽ എല്ലാ സത്യവും പുറത്തു വരുമെന്നാണ് വിശ്വാസം. ഇതല്ല DGPക്ക് ചില പരാതികൾ കൊടുത്തിരുന്നല്ലോ, അതിൽ തുടർ നടപടി വല്ലതും ഉണ്ടായിരുന്നു? ഏപ്രിൽ 23-നാണ് കവടിയാറിലെ ഓമന ഡാനിയലിന്റെ വീട്ടുജോലിക്കാരിയായിരുന്ന ബിന്ദുവിനെ വീട്ടുടമസ്ഥയുടെ താലിമാല മോഷ്ടിച്ചെന്ന പരാതിയിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ചട്ടം ലംഘിച്ച് അനധികൃതമായി കസ്റ്റഡിയിൽ വെക്കുകയും മോഷണം നടന്നെന്ന് ഉറപ്പാക്കാതെ രാത്രിയിൽ തെളിവെടുപ്പിനായി ജോലി ചെയ്ത വീട്ടിലെത്തിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ കാണാതായ മാല പരാതിക്കാരിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തുകയായിരുന്നു. മാല കിട്ടിയിട്ടും ബിന്ദുവിനോട് ആ വിവരം പറയാതെ പരാതിക്കാരിയുടെ ഔദാര്യത്തിൽ വിട്ടയക്കുന്നു എന്ന് പറയുകയും നാട്ടിൽ കണ്ടുപോകരുത് എന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു പേരൂർക്കട പോലീസ്. സംഭവത്തെ തുടർന്ന് SHO R ശിവകുമാറിനെയും സ്ഥലം മാറ്റി. പോലീസുകാർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP അന്വേഷണം ഏറ്റെടുത്തത്. ജൂലൈ 7-നകം റിപ്പോർട്ട് സമർപ്പിക്കണം. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി സുഗാന്തിനെ പേട്ട പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. 5 ദിവസത്തേക്കാണ് കസ്റ്റഡി കാലാവധി. ഫോണിലെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിരുന്നു. സുഗാന്തുമായി പോലീസ് തെളിവെടുപ്പ് നടത്തും. IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ IB ഉദ്യോഗസ്ഥൻ സുഗാന്തിനെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി. ഉദ്യോഗസ്ഥയെ പീഡിപ്പിച്ച എറണാകുളത്തെ അപ്പാർട്ട്മെന്റിലും തിരുവനന്തപുരത്തെയും ചെന്നൈയിലെയും ഫ്ളാറ്റുകളിലും തെളിവെടുപ്പ് നടത്തും. ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിലും എത്തിച്ച് തെളിവെടുക്കും. 2 മാസത്തോളം ഒളിവിലായിരുന്ന പ്രതി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. 10 വർഷത്തിലേറെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. IB ഉദ്യോഗസ്ഥയെ സുഗാന്ത് മാനസികമായി പീഡിപ്പിക്കുകയും വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. യുവതിയിൽ നിന്നും സുഗാന്ത് പലതവണ പണം കൈപ്പറ്റിയതിന്റെ ബാങ്കുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് സുഗാന്ത് പോലീസിൽ കീഴടങ്ങിയത്. ഫെബ്രുവരി 29-ന് ഇരുവരും നടത്തിയ ചാറ്റിൽ യുവതിയെ വേണ്ടെന്ന് സുഗാന്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് യുവതി മറുപടി നൽകി. നീ ഒഴിഞ്ഞാലേ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വീണ്ടും സുഗാന്ത് പറയുന്നുണ്ട്. മറുപടിയായി അതിന് താൻ എന്ത് ചെയ്യണമെന്ന യുവതിയുടെ ചോദ്യത്തിന് നീ പോയി മരിക്കണമെന്നായിരുന്നു സുഗാന്തിന്റെ മറുപടി. ഇതാണ് ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണയായി പോലീസ് കണ്ടെത്തിയത്. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് നിക്കാഹ് നടത്തിയെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് പീഡന ശ്രമം. അസം സ്വദേശിനിയുടെ പരാതിയിൽ 2 പേർക്കെതിരെ തിരുവമ്പാടി പോലീസ് കേസെടുത്തു. താമരശ്ശേരി സ്വദേശി അബ്ബാസ്, മാനപുരം സ്വദേശി സഫീർ ബാബു എന്നിവർക്കെതിരെ തിരുവമ്പാടി പോലീസാണ് കേസെടുത്തത്. ഇവരുടെ കോഴിഫാമിൽ ജോലിക്കെത്തിയ കുടുംബത്തിലെ 19-കാരിയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ഇടുക്കി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നും തൊണ്ടി മുതൽ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. കാളിയാർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജെയ്മോനാണ് സസ്പെൻഷനിലായത്. സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തി ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ജനം TV വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് നടപടി.
കോയിപ്രം പോലീസ് കഞ്ചാവ് കേസിൽ കസ്റ്റഡിയിലെടുത്ത വരയന്നൂർ സ്വദേശി സുരേഷ് തൂങ്ങി മരിച്ച സംഭവത്തിലാണ് കോയിപ്രം CI സുരേഷ് കുമാറിനെ വകുപ്പുതല അന്വേഷണത്തിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്തത്. കഞ്ചാവ് കേസിൽ മാർച്ച് 16-നാണ് സുരേഷിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. വിട്ടയച്ചതിന് പിന്നാലെ കോന്നി ഇളകല്ലൂരിൽ തൂങ്ങി മരിച്ച നിലയിൽ ഇയാളെ കണ്ടെത്തി. സുരേഷിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളും 4 വാരിയെല്ലുകൾ ഒടിഞ്ഞതായും കണ്ടെത്തിയിരുന്നു. തുടർന്ന് കുടുംബം നൽകിയ പരാതിയിൽ വകുപ്പുതല അന്വേഷണത്തിലാണ് DIG കോയിപ്രം CI സുരേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തത്. ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസിന്റെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് കോന്നി DYSP രാജപ്പൻ D, CI ശ്രീജിത്ത് P എന്നിവരെ സസ്പെൻഡ് ചെയ്തത്. UDF സർക്കാരിന്റെ കാലത്തെ ഗവൺമെന്റ് പ്ലീഡറായിരുന്ന നൌഷാദാണ് കേസിലെ പ്രതി. കേസിന്റെ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയാണ് കോന്നി DYSP രാജപ്പൻ Tയും കോന്നി SHO ശ്രീജിത്തും നടത്തിയതെന്ന കണ്ടെത്തലിലാണ് ഇരുവർക്കുമെതിരെ വകുപ്പുതല നടപടി. ജനം, പത്തനംതിട്ട. കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് ഹവാല ഇടപാടുകളിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ പ്രധാന പ്രതികളിൽ ചിലർ അറസ്റ്റിലായതോടെ മറ്റു പ്രതികളെ ഉടൻ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. കൊട്ടേഷൻ സംഘങ്ങളുടെ ഇടപാടുകൾ സംബന്ധിച്ചും വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടുകളും പോലീസിന് തലവേദനയായിട്ട് വർഷങ്ങളായി. ഇടപാടുകൾ സംബന്ധിച്ച സംഘർഷവും കൊട്ടേഷൻ സംഘങ്ങളുടെ കുടിപ്പകയും സാധാരണ ജനങ്ങൾക്കും വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് അന്നൂസ് റോഷൻ എന്ന യുവാവിനെ കൊട്ടേഷൻ സംഘം വീട്ടിലെത്തി തട്ടിക്കൊണ്ടുപോയ സംഭവം. ദുബായിലുള്ള അന്നൂസിന്റെ സഹോദരൻ അജ്മലുമായുള്ള സാമ്പത്തിക തർക്കമാണ് ഇതിനു പിന്നിലെന്നാണ് കണ്ടെത്തൽ. സ്വർണ്ണക്കടത്ത് ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടാണ് സംഘത്തിന്റെ ഇടപെടൽ എന്നാണ് പോലീസ് പറയുന്നത്. പ്രധാന പ്രതികളിൽ ഒരാളായ മുഹമ്മദ് നിയാസ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായതോടെ മറ്റു പ്രതികളെ വേഗത്തിൽ കണ്ടെത്താൻ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ലഹരിക്കടത്ത്, കൊട്ടേഷൻ സംഘങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങളും പോലീസ് തേടുന്നുണ്ട്. കൊടുവള്ളിയിലെ ജ്വല്ലറി ഉടമ ബൈജുവിനെ വാഹനം ഇടിച്ചു വീഴ്ത്തി 1.3 കിലോ സ്വർണം കവർന്ന സംഭവം നടന്നിട്ട് മാസങ്ങളെ ആയുള്ളൂ. കൊടുവള്ളി എളേറ്റിൽ വട്ടോളിയിൽ കാറിൽ രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 4 കോടിയോളം രൂപ വാഹന പരിശോധനയിൽ പോലീസ് പിടികൂടിയിരുന്നു. വീട്ടിൽ നിന്ന് 6 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നം പിടികൂടിയ സംഭവത്തിൽ മുഹമ്മദ് മുഹ്സിൻ എന്നയാൾ പിടിയിലായിരുന്നു. കൊടുവള്ളി ഓമശ്ശേരിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവവും ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു. വിവാഹ സംഘം സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തി ഗുണ്ടാ സംഘം ആക്രമിച്ചതും ഈ അടുത്താണ്. കുപ്രസിദ്ധ ഗുണ്ട ആട് ഷമീർ അടക്കം 3 പേരാണ് പിടിയിലായത്. അതിക്രമങ്ങൾ ആവർത്തിക്കുമ്പോൾ പോലീസ് ഇടപെടൽ കാര്യക്ഷമമല്ല എന്ന വിമർശനം ശക്തമായിരുന്നു. ജനം, കോഴിക്കോട്. ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണമൊരുക്കിയതിൽ കുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷനെതിരെ പോലീസിൽ പരാതി. കളമശ്ശേരി പോലീസാണ് പരാതി നൽകിയത്. ഭാരതീയ പ്രവാസി ഫെഡറേഷൻ കൺവീനർ ഷിഹാബ് KK ആണ് പരാതി നൽകിയത്. ഭാരതത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തുന്ന പാക് ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം ഒരുക്കിയവർക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുക്കണമെന്നാണ് ആവശ്യം. ഭാരതത്തെ ഏറ്റവും അധികം ആക്ഷേപിച്ച ഷാഹിദ് അഫ്രീദിയെ ക്ഷണിക്കപ്പെട്ട അതിഥിയായിരുന്നു കുസാറ്റ് ബിടെക് അലുമിനി അസോസിയേഷൻ ദുബായ് പാകിസ്ഥാൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. പാകിസ്ഥാന്റെ പ്രചാരകനായി യാത്ര ചെയ്യുകയും ഭാരതത്തിനെതിരെ നിരന്തര പ്രസ്താവനകൾ നടത്തുകയും ചെയ്ത പാക് ക്രിക്കറ്ററായിരുന്നു ഷാഹിദ് അഫ്രീദി. സംഘാടകർക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കണമെന്ന് ഭാരതീയ പ്രവാസി ഫെഡറേഷൻ കൺവീനർ ഷിഹാബ് KK കളമശ്ശേരി പോലീസിൽ നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. UAPA ചുമത്തേണ്ട കുറ്റങ്ങളാണ് സംഘാടകരുടേത്. നിയമവശങ്ങൾ പരിശോധിച്ച് കേസെടുക്കുമെന്നാണ് പരാതിക്കാരനെ പോലീസ് അറിയിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വിദേശകാര്യ മന്ത്രാലയം എന്നിവയ്ക്കും പരാതികൾ നൽകിയിട്ടുണ്ട്. കുസാറ്റ് എന്ന് പറയുന്ന കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ ചെയ്തത് രാജ്യദ്രോഹ കുറ്റമായതുകൊണ്ടും അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് അവരുടെ പാസ്പോർട്ടുകൾ കണ്ടുകെട്ടി രാജ്യത്തിൻ്റെ അകത്ത് UAPA പോലുള്ള നിയമങ്ങൾ ചുമത്തിക്കൊണ്ട് വിചാരണ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കളമശ്ശേരി പോലീസിലും അതേപോലെ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്കും അതേപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കുമെല്ലാം ഇന്ന് ഔദ്യോഗികമായി രേഖാമൂലം പരാതി നൽകിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ നേരത്തെ ABVPയും പരാതികൾ നൽകിയിരുന്നു. ദുബായിൽ ചടങ്ങ് സംഘടിപ്പിച്ചവരെ തിരികെ നാട്ടിലെത്തിച്ച് കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പാസ്പോർട്ട് റദ്ദാക്കണമെന്നുമായിരുന്നു പരാതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ഓർമ്മ ചൂടുകൾ എന്ന പരിപാടിയിലേക്ക് അഫ്രീദിയും ഒമർ ഗുല്ലും എത്തിയത് യാദൃച്ഛികമായിട്ടാണെന്നായിരുന്നു സംഘാടകരുടെ വിശദീകരണം. ജനം, കൊച്ചി. തൃശൂർ ചാലക്കുടിയിൽ 1.5 ദിവസം വീട്ടമ്മയെ വീഡിയോ കോളിൽ ബന്ദിയാക്കി ഓൺലൈൻ തട്ടിപ്പ്. മേലൂർ സ്വദേശി ട്രീസയാണ് തട്ടിപ്പിനിരയായത്.
തട്ടിപ്പ് നടത്തിയ ആൾ പോലീസ് വേഷം ധരിച്ചാണ് വീഡിയോ കോൾ ചെയ്തതെന്ന് വീട്ടമ്മ പറഞ്ഞു. പോലീസ് യൂണിഫോം ധരിച്ച് വീഡിയോ കോളിലൂടെയാണ് തട്ടിപ്പുകാരൻ എത്തിയത്. ട്രീസയുടെ സിമ്മിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സന്ദീപ് എന്നയാൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചെന്ന് വിശ്വസിപ്പിച്ചു. മുറിക്ക് പുറത്തിറങ്ങരുതെന്നും വിവരം പുറത്തു പോയാൽ സന്ദീപിന്റെ കൂട്ടാളികൾ കൊലപ്പെടുത്തുമെന്നും തട്ടിപ്പുകാർ ഭീഷണിപ്പെടുത്തി. ഭീതിയിലായ ട്രീസ ഇതോടെ 1.5 ദിവസം മുറിക്കുള്ളിൽ കഴിച്ചുകൂട്ടി. ഇതിനിടയിൽ ബാങ്കിലുണ്ടായിരുന്ന 3 ലക്ഷത്തോളം രൂപ സർക്കാർ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു. ഓൺലൈൻ ട്രാൻസാക്ഷൻ അറിയില്ലെന്ന് പറഞ്ഞതോടെ ബാങ്കിൽ നിന്ന് നിക്ഷേപിക്കാൻ നിർദ്ദേശിച്ചുവെന്നും ട്രീസ പറഞ്ഞു. ഞാൻ പറഞ്ഞു ബാങ്കുകാർ ഇങ്ങനെ പറഞ്ഞു ചെയ്യാൻ പറ്റത്തില്ല. ശരി എന്നാൽ അത് വിട്ടേരെ, മാഡം ഒരു കാര്യം ചെയ്യും, ഗൂഗിൾ പേ ചെയ്താൽ മതി. അപ്പം പറഞ്ഞു ആദ്യം ഇത് 50 ഇടേ. അപ്പം 50 ഇട്ടപ്പോൾ അത് പോകത്തില്ല. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ 40 ആക്കിയിട്ടും പോകുന്നില്ല. 30 ആക്കി, 20 ആക്കി, 10 ആക്കി, എന്നിട്ടും പോകുന്നില്ല. 5 ആക്കിയപ്പോൾ പോയി. അത് പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ നമ്പറിൽ തന്നെ വീണ്ടും. അപ്പം അവര് ഹെഡ്ക്വാർട്ടറിൽ ചോദിച്ചിട്ട് UPIയുടെ നമ്പറാണ് തന്നിരിക്കുന്നത്. അപ്പം ഈ നമ്പറിൽ തന്നെ ഒരു 5 കൂടി ഇടേ. അപ്പം അത് ഇടാനായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ ഗൂഗിൾ അലോ ചെയ്തില്ല. 2,60,000 രൂപ തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ട്രീസ ബാങ്കിലെത്തി. അപ്പോഴും വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല. അക്കൗണ്ടിന്റെ ലിമിറ്റ് കുറവായതിനാൽ പണം ട്രാൻസ്ഫർ ചെയ്യാനായില്ല. ഇതോടെ ഗൂഗിൾ പേ വഴി പണം കൈമാറാൻ ആവശ്യപ്പെട്ടു. പല ഗഡുക്കളായി 40,000 രൂപയോളം ട്രാൻസ്ഫർ ചെയ്തു. പല നമ്പറുകളിലേക്ക് പണം നിക്ഷേപിച്ചതോടെ ട്രീസയ്ക്ക് സംശയം തോന്നി. അയൽവാസികളോട് വിവരം പറഞ്ഞതോടെയാണ് ഓൺലൈൻ തട്ടിപ്പ് പുറത്തായത്. സംഭവത്തിൽ സൈബർ സെല്ലിൽ അടക്കം പരാതി നൽകിയിരിക്കുകയാണ് വീട്ടമ്മ. ജനം, തൃശൂർ. ഇടുക്കി ഉടുമ്പൻചോല MLA MM മണിയുടെ സഹോദരൻ ലംബോദരന്റെ ഉടമസ്ഥതയിലുള്ള സാഹസിക വിനോദസഞ്ചാര കേന്ദ്രം അടച്ചുപൂട്ടാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തി പ്രവർത്തിച്ച ഹൈറേഞ്ച് സിപ്പ് ലൈൻ എന്ന കേന്ദ്രമാണ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയത്. സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം മറികടന്നാണ് സിപ്പ് ലൈൻ പ്രവർത്തിച്ചിരുന്നത്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങൾ പൂട്ടി ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിരുന്നു. മെയ് മാസം 30 നിയന്ത്രണങ്ങൾക്ക് ഇളവ് വരുത്തി. ജല ടൂറിസത്തിനും സാഹസിക വിനോദത്തിനും ഒരറിയിപ്പുണ്ടാകുന്നതുവരെ നിയന്ത്രണം ഉണ്ടാകുമെന്നായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ്. ഇത് മറികടന്നാണ് അടിമാലി ഇരുട്ടുകാനത്ത് ഉടുമ്പൻചോല MLA MM മണിയുടെ സഹോദരൻ ലംബോദരന്റെ സിപ്പ് ലൈൻ പ്രവർത്തിച്ചത്. ദേശീയപാത 85 നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണ്ണെടുത്തതിനെ തുടർന്ന് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശത്തായിരുന്നു സിപ്പ് ലൈന്റെ പ്രവർത്തനം. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഈ ഭാഗത്തുകൂടിയുള്ള യാത്രയ്ക്കും ജില്ലാ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിൽ അതീവ ജാഗ്രത വേണ്ട പ്രദേശത്താണ് നിയമങ്ങൾ അത്രയും കാറ്റിൽ പറത്തിയുള്ള സിപ്പ് ലൈന്റെ പ്രവർത്തനം. 30-ാം തീയതി വരെ മാത്രമേ നിരോധനം ഉണ്ടായിരുന്നുള്ളൂവെന്നും ഇതിനുശേഷം സിപ്പ് ലൈൻ പ്രവർത്തിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഇല്ലായിരുന്നുവെന്നുമാണ് ഉടമകൾ പറയുന്നത്. എന്നാൽ ഇത് തെറ്റാണെന്ന് ജില്ലാ കളക്ടർ തന്നെ വ്യക്തമാക്കുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടും ജില്ലാ ഭരണകൂടം സിപ്പ് ലൈന്റെ പ്രവർത്തനത്തിനെതിരെ നടപടിയെടുത്തിരുന്നില്ല. തുടർന്ന് സംഭവം വിവാദമായതോടെയാണ് ജില്ലാ കളക്ടർ ഇടപെട്ടതെന്നും ആരോപണമുണ്ട്. സാഹസിക വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പരിശോധന നടത്താനും ഉടൻ അടച്ചുപൂട്ടാനുമാണ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സിപ്പ് ലൈൻ പ്രവർത്തിക്കുന്ന പ്രദേശത്തെ അപകട സാധ്യതകളും നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പരിശോധിച്ച ശേഷമാകും തുടർ നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുക. ജനം, ഇടുക്കി. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനെയും വിരമിച്ച വില്ലേജ് അസിസ്റ്റന്റിനെയും വിജിലൻസ് കസ്റ്റഡിയിൽ വാങ്ങും. പട്ടയം അനുവദിക്കുന്നതിന് 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലായിരുന്നു 2 പേരും പിടിയിലായത്. ചൊവ്വര വില്ലേജ് ഓഫീസ് ഫീൽഡ് അസിസ്റ്റന്റ് നവാസ്, മുൻ അസിസ്റ്റന്റ് തമ്പി എന്നിവരെ എറണാകുളം വിജിലൻസ് സംഘമാണ് പിടികൂടിയത്. കാക്കനാട് സ്വദേശിയുടെ പരാതിയിലായിരുന്നു അറസ്റ്റ്. പരാതിക്കാരന്റെ ചൊവ്വരയിലുള്ള 1.24 ഏക്കർ സ്ഥലത്തിന് പട്ടയം ലഭിക്കുന്നതിന് ചൊവ്വര വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു. ഏപ്രിൽ 24 ഉദ്യോഗസ്ഥരായ നവാസും തമ്പിയും സ്ഥലപരിശോധനയ്ക്കെത്തുകയും ചെയ്തു. സ്ഥലം അളന്ന ശേഷം കൈക്കൂലി ആവശ്യപ്പെടുകയും നൽകാതിരുന്നതോടെ പട്ടയം നൽകുന്നത് വൈകിക്കുകയുമായിരുന്നു. കാലതാമസത്തിന് കാരണമന്വേഷിച്ച് വിളിച്ചപ്പോഴും പണം ആവശ്യപ്പെട്ടു. ഇതോടെയാണ് അപേക്ഷ നൽകിയയാൾ വിജിലൻസിനെ സമീപിച്ചത്. തുടർന്നാണ് വിജിലൻസിന്റെ വലയിൽ തമ്പിയും നവാസും കുടുങ്ങിയത്. ഇരുവരെയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുമെന്ന് വിജിലൻസ് SP S ശശിധരൻ അറിയിച്ചു. ഇന്നലെ വിജിലൻസ് DYSP ജയരാജിന്റെ നേതൃത്വമുള്ള സംഘമാണ് പിടിച്ചത്. ജയരാജും അയാളുടെ ടീം അംഗങ്ങളും അയാളുടെ ഐസെല്ലും എല്ലാവരും കൂടി ആണ് പിടിച്ചത്. നമുക്ക് വിജിലൻസ് ഡയറക്ടറേറ്റിൽ ഒരു ഇൻഫർമേഷൻ കിട്ടി. അത് എനിക്ക് കൺവേ ചെയ്ത് ഞാൻ DYSPയോട് കൊടുത്ത് ബാക്കി ഐസെല്ലുകാർ ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ ചെയ്യുമായിരുന്നു. ഇന്നിപ്പോൾ അവർ നമ്മൾ പിന്നെ കോടതി കൊടുക്കുന്നുണ്ട്. കോടതി കൊടുത്ത് പിന്നെ കസ്റ്റഡി വായിക്കും. അന്വേഷണം നടക്കേണ്ടതുണ്ടായില്ലേ, 2 പേരെ പിടിച്ചിട്ടൊന്നും അറിയാമല്ലോ, അന്വേഷണം നടക്കേണ്ടതാണ്. ഏപ്രിൽ 30 തമ്പി സർവീസിൽ നിന്ന് വിരമിച്ചിരുന്നു. കൈക്കൂലി ആവശ്യപ്പെട്ട് വിളിക്കുമ്പോഴും വിരമിച്ച കാര്യം മറച്ചുവെക്കുകയായിരുന്നു.
ജനം, കൊച്ചി. നിയമപ്രകാരമല്ലാത്ത കുടിയേറ്റങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസ്. പ്രലോഭനങ്ങളുമായി പലരും വരും, ചതിക്കുഴികളിൽ വീടരുതെന്ന് FB പോസ്റ്റിലൂടെ ബോധവൽക്കരണം. വിദേശ രാജ്യങ്ങളിലേക്ക് അനധികൃതമായി കുടിയേറുന്നവർ പിടിക്കപ്പെട്ടാൽ നിയമപ്രകാരമുള്ള പ്രവാസികൾക്കുള്ള ഒരു സഹായവും ലഭിക്കില്ല എന്നും തട്ടിപ്പുകളിൽ പെടാതെ ജാഗ്രത വേണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് അനധികൃത കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന പോലീസിന്റെ മുന്നറിയിപ്പ്. അനധികൃതമായി കുടിയേറ്റം നടത്തുന്നവർക്ക് യാതൊരുവിധ നിയമപരിരക്ഷയും ലഭിക്കില്ലെന്നും നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. പ്രലോഭനങ്ങളുമായി പലരും വരും, ചതിക്കുഴികളിൽ വീഴരുത് എന്നാണ് മുന്നറിയിപ്പ്. അനധികൃതമായി കുടിയേറ്റത്തിൽ ഏർപ്പെടുന്നവരെ സ്വരാജ്യത്തോ പ്രവേശിക്കപ്പെടുന്ന രാജ്യത്തോ അംഗീകരിക്കില്ലെന്നും നിയമപരമായി പ്രവാസത്തിലേർപ്പെട്ടവർക്ക് ലഭിക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ പരിരക്ഷയും ഉണ്ടാകില്ല എന്നും മുന്നറിയിപ്പിൽ പറയുന്നു. തൊഴിൽ രീതികളെക്കുറിച്ചോ തൊഴിൽദാതാവിനെക്കുറിച്ചോ ലഭിക്കേണ്ട വേതനത്തെക്കുറിച്ചോ സ്ഥലത്തെക്കുറിച്ചോ അച്ഛതയായിരിക്കും ഫലം. പ്രവാസിക്ക് ലഭിക്കേണ്ട യാതൊരുവിധ ആനുകൂല്യങ്ങളും അനധികൃത കുടിയേറ്റത്തിലൂടെ ലഭിക്കില്ലെന്നും പോലീസ് പറയുന്നു. ചതിക്കുഴികളിലൂടെ കുടിയേറ്റത്തിൽ ഏർപ്പെടുന്നവർ അന്യരാജ്യത്ത് വെച്ച് പിടിക്കപ്പെട്ടാൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നതടക്കമുള്ള നടപടികളുണ്ടാകും. സമ്പത്ത് കണ്ടുകെട്ടുന്നതിലും പാസ്പോർട്ട് പിടിച്ചെടുക്കുന്നതിലേക്കും കടക്കാനും സാധ്യതയുണ്ട്. ഇതും മുന്നറിയിപ്പിൽ പറയുന്നു. പല മോഹന വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ടാണ് തട്ടിപ്പുകാർ സമീപിക്കുന്നത്. അതിനാൽ ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. സംസ്ഥാനത്ത് അനധികൃത കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചതിക്കുഴികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മുന്നറിയിപ്പ്. ജനം, തിരുവനന്തപുരം. നിങ്ങളുടെ സമഗ്രതയുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ് KP.